തലസ്ഥാനം പിടിച്ചു, തല പിടിച്ചു, അതോടുകൂടി ഇനി ഉടൽ പിടിക്കാൻ എളുപ്പമായി BJPക്ക്. ആ വിധത്തിലാണ് അവരുടെ ശക്തമായ മുന്നേറ്റം ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെ വേണമെങ്കിൽ വരുന്ന നിയമസഭയിൽ ഒരു 4 താമര വിരിയിക്കാനുള്ള ഒരു ബേസ് ഇപ്പോൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. അത് നിസ്സാരമായിട്ടുള്ള ഒരു വിജയമല്ല. വളരെ മോശമായി വോട്ടർമാരെ അപമാനിച്ചു എന്ന് മാത്രമല്ല, ഈ കൊടുത്തത് ആരുടെ പണമാണ്? ജനങ്ങളുടെ പണമാണ്. ഖജനാവിൽ കിടക്കുന്ന ജനങ്ങളുടെ പണം ജനങ്ങൾക്ക് കിട്ടിയതിന് ഇങ്ങനെ ഞങ്ങൾ പണം തന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ വിഡ്ഢിത്തരമാണ് പറയുന്നത്. അഹങ്കാരവും അവഹേളനവും. ഇത്തവണ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കിക്കോളൂ, എങ്ങനെയായാലും 25-ന് അടുപ്പിച്ച് അവർ കൊണ്ടുപോകും. 20 ഇപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ റഫായിട്ട് നമുക്കിപ്പോൾ നോക്കാൻ സമയം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും റഫായിട്ട് പറഞ്ഞാൽ പോലും 20-ന് മേളിൽ വന്നിട്ടുണ്ട്. 25 വരെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മുടെ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ UDFന് വലിയ ചിരിയാണത് സമ്മാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അഭിമാനിക്കുവാനും ആശ്വസിക്കുവാനും വക നൽകിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖരനും BJP ക്യാമ്പിനും. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും പ്രധാനമായും നമ്മൾ പറയേണ്ടത് അനന്തപുരി, നമ്മുടെ തലസ്ഥാന നഗരത്തിലെ കോർപ്പറേഷൻ 5 പതിറ്റാണ്ടോളം നീണ്ട ഇടതു ഭരണത്തിന് തിരശ്ശീല വീഴ്ത്തിക്കൊണ്ടാണ് BJP ആദ്യമായി ഭരണത്തിലേറുന്നത്. അത് അവർക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്ന് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ തന്നെ ഒട്ടേറെ പോക്കറ്റുകളിലേക്ക് അവരുടെ കടന്നുകയറ്റത്തിനും ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കാരണമായിട്ടുണ്ട്. വിലയിരുത്താൻ നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ടിനെ, രാജീവ് ചന്ദ്രശേഖരൻ്റെ തന്ത്രങ്ങളെ, ഇനി അങ്ങോട്ടുള്ള മുന്നേറ്റത്തെ, സാധ്യതകളെ ഒക്കെ കുറിച്ച് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ റിസൾട്ടായി അങ്ങേക്ക് തോന്നുന്നത് ഏതാണ്? തീർച്ചയായിട്ടും തിരുവനന്തപുരം തന്നെയാണ്. തലസ്ഥാനം പിടിച്ചു, തല പിടിച്ചു, അതോടുകൂടി ഇനി ഉടൽ പിടിക്കാൻ എളുപ്പമായി BJPക്ക്. ആ വിധത്തിലാണ് അവരുടെ ശക്തമായ മുന്നേറ്റം ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത്. അതിനെ നമുക്ക് 50-ലെത്തിയേ ഉള്ളൂ അല്ലെങ്കിൽ പകുതി ആയതേ ഉള്ളൂ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. വളരെ ശക്തമായ മുന്നേറ്റം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് 2 പ്രബല മുന്നണികൾക്കൊപ്പം അവരാരും ഒട്ടും പുറകോട്ട് പോയിട്ടില്ല. സീറ്റുകളുടെ എണ്ണം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഏതാണ്ട് 2 പേരും കൂടെ ചേർന്ന് NDAയുടെ ഒരു 3-4 സീറ്റിൻ്റെ വ്യത്യാസത്തിന് അവരെ അടുത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ടൈറ്റ് ഫൈറ്റായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ത്രികോണ മത്സരം തന്നെയാണ് പലയിടത്തും നടന്നത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. എന്നിട്ടും ഇത്ര മനോഹരമായൊരു വിജയം നേടാൻ കഴിഞ്ഞത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഒരു പകരം വീട്ടിൽ നിന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു നഷ്ടപ്പെട്ടത് നേടിയെടുക്കലെന്ന് വേണമെങ്കിലും പറയാം. അതെ, അദ്ദേഹത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാടി അവസാനം കപ്പിനും ചുണ്ടിനും ഇടയിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ആ ഒരു നേട്ടം ഇപ്പോൾ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു തൻ്റെ അനുയായികളിലൂടെ അല്ലെങ്കിൽ സഹപ്രവർത്തകരിലൂടെ. തീർച്ചയായിട്ടും വികസനത്തിൻ്റെ ഒരു അജണ്ടയാണ് മുന്നോട്ട് വെച്ച് അദ്ദേഹം പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത്. വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് അദ്ദേഹം അവലംബിച്ചതും. ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്കും ആ ഒരു പ്രഭാവം എത്തിയിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് സംസാരിക്കുന്നു, മറ്റുള്ളവരുടെ നെഗറ്റീവിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു നേതാവുമായി മാറിയിട്ടുണ്ട്. നമ്മുടെ പ്രചരണ രംഗത്തിന് ഒരു മാറ്റം കൊണ്ടുവരാൻ രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിന് ഇന്ന് വരെ ഇല്ലാത്ത ഒരു വലിയ മാറ്റമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ്. എല്ലാവരും ചോദിച്ചു ഇത് വർക്ക് ചെയ്യുമോ, വികസനം പറഞ്ഞാൽ ഇവിടെ ആര് വോട്ട് ചെയ്യും എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അദ്ദേഹം വികസനം പറഞ്ഞു എന്ന് മാത്രമല്ല, വികസനം പറയാൻ യോഗ്യരായ അല്ലെങ്കിൽ വികസനം നടപ്പിലാക്കാൻ യോഗ്യരായ സ്ഥാനാർത്ഥികളെ അദ്ദേഹം അണിനിരത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ വിജയത്തിൻ്റെ രഹസ്യം. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇത്തവണയും ഇത്ര സീറ്റ് പിടിക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പോൾ ഈ ടൈറ്റ് ഫൈറ്റിലൂടെ ഇത്രയും നേടിയത് തീർച്ചയായിട്ടും ഇതുകൊണ്ട് തന്നെയാണ്. നമ്മൾ നോക്കിയറിയാം, കേരളത്തിൽ മൊത്തം ഒരു UDF തരംഗം ഉണ്ട്. ആ UDF തരംഗത്തിനിടയിൽ ഒരു NDA തരംഗം തിരുവനന്തപുരത്തെങ്കിലും അലയടിച്ചുയർന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ അപാരമായ പ്രഭാവവും മാനേജ്മെൻറ്റ് ടെക്നിക്കും പിന്നെ ഈ മണ്ണിൽ RSSകാർക്കുള്ള ചില മേധാവിത്വവും കൂടെ ആണ്. ഓക്കെ, തീർച്ചയായിട്ടും അവർക്ക് കൃത്യമായൊരു അജണ്ടയുണ്ട്, കൃത്യമായ റൂട്ട് മാപ്പുണ്ട്. അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചു, ആഴ്ന്നിറങ്ങി പ്രവർത്തിച്ചു. തീർച്ചയായും അല്ലേ? ഏറെ നാളുകൾക്ക് മുൻപ് തന്നെ അവരുടെ പ്രവർത്തനം തുടങ്ങിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. അങ്ങോട്ട്
നിയമസഭാ തിരഞ്ഞെടുപ്പും അതിനപ്പുറത്തേക്കുമൊക്കെ നീളുന്നുവെന്നാണ് അവരുടെ വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ നമുക്കറിയാൻ കഴിയുന്നത്. അതെ, അവരുടെ ആ ഒരു പ്രവർത്തന രീതി, ഇപ്പോഴത്തെ ആ ഒരു കഠിനാധ്വാനം, അതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും അവർ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു. വളരെയധികം പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാം അവർക്ക്. കാരണം തിരുവനന്തപുരത്ത് തന്നെ വേണമെങ്കിൽ വരുന്ന നിയമസഭയിൽ ഒരു 4 താമര വിരിയിക്കാനുള്ള ഒരു ബേസ് ഇപ്പോൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. അത് നിസ്സാരമായിട്ടുള്ള ഒരു വിജയമല്ല. ബാക്കി സ്ഥലങ്ങളിലെല്ലാം നമുക്ക് പിന്നീട് പറയാം. പക്ഷേ തിരുവനന്തപുരത്ത് 3-ൽ ഒട്ടും കുറയില്ല, 4 വരെ പിടിക്കാനുള്ള സാധ്യത വളരെ വ്യക്തമായിക്കൊണ്ട് ഈ കോർപ്പറേഷനിൽ തന്നെ സാധ്യത തെളിയിച്ചിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും BJP അനന്തപുരിയിൽ തിരുവനന്തപുരത്ത് ശക്തമായ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. അതിൽ അവരുടെ അങ്ങ് പറഞ്ഞതുപോലെ അവരുടെ പ്രവർത്തനം, ഒപ്പം തന്നെ അവരുടെ കാൻഡിഡേറ്റിനെ നിശ്ചയിച്ച രീതി, കാൻഡിഡേറ്റാണ് ഏറ്റവും മികച്ചതായത്. അതായത് കേരളത്തിൽ ഇത്ര പ്രഗത്ഭരായ കാൻഡിഡേറ്റ്സിനെ നമ്മൾ സാധാരണഗതിയിൽ ഈ ചെറുപ്പക്കാരെ നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും രാഷ്ട്രീയ സമരങ്ങൾ നയിക്കുകയും കല്ലേറ് നടത്തുകയൊക്കെ ചെയ്ത പിള്ളേരെ ആയിരിക്കും പലപ്പോഴും നിർത്തുക. പക്ഷേ ഇതങ്ങനെയല്ല. IAS പഠിക്കുന്ന കുട്ടികളടക്കം വലിയ ഓരോരുത്തരുടെയും ബയോഡാറ്റ പരിശോധിച്ച് നോക്കുമ്പോൾ അറിയാം, നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം NDAയുടെ സ്ഥാനാർത്ഥികളിൽ ഏതാണ്ട് 90% ഒന്നുകിൽ അക്കാഡമിക്കായിട്ട് വളരെ ക്വാളിഫിക്കേഷൻ ഉള്ളവർ, മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അതല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഇടയിൽ സേവനം നടത്തി നല്ല പാരമ്പര്യമുള്ളവർ, അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പിന്നെ സർവീസിലോ IPSലോ ഒക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ തന്നെയാണ് അവർ അണിനിരത്തിയത്. അത് തീർച്ചയായിട്ടും അവരുടെ സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നിസ്സാര കാര്യമല്ല. ഓക്കെ, നമുക്ക് എന്തായാലും തിരുവനന്തപുരത്തിൽ തുടങ്ങി, തിരുവനന്തപുരം പറഞ്ഞു തീർത്തിട്ട് മറ്റിടങ്ങളിലേക്ക് പോകാം. അതെ, 10-ൽ നിന്നാണ് 19-ലേക്ക് UDF എത്തിയത്. K. മുരളീധരനാണ് തിരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചത് അവർക്ക്. അതെ, അവിടെയും ഒരു 100% വർധനവ് അവർക്ക്, ഏകദേശം 100% വർധനവിലേക്ക്, 90% വർധനവിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. UDFിൻ്റെ പ്രകടനത്തെ എങ്ങനെയാണ് കാണുന്നത്? UDFിൻ്റെ പ്രകടനം മികച്ചതായതുകൊണ്ടാണ് ഒരുപക്ഷെ BJPക്ക് ഇത്ര മികച്ച ഒരു പെർഫോമൻസ് നടത്താൻ കഴിഞ്ഞത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അതിന് യാതൊരു സംശയമില്ല. കാരണം ഈ LDFന് മുമ്പ് കിട്ടിയിരുന്ന പല സീറ്റുകളും ഇന്ന് UDFും കയറി പിടിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ LDF തൊട്ട് പുറകെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എന്നാലും വിജയം BJPക്ക് തന്നെ ആയിരിക്കും. കാരണം പിന്നെ UDFിൻ്റെ സീറ്റുകൾ കുറയുകയും LDFന് കുറച്ച് സീറ്റുകളോട് കൂടുകയും ചെയ്താലും BJPയെ കവർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ NDA അല്ലെങ്കിൽ പിന്നെ LDFിനൊപ്പം UDF വളരെ ശക്തമായ മത്സരം തന്നെ പല മണ്ഡലങ്ങളിലും കാഴ്ചവെച്ചു. അത് ശ്രീ K. മുരളീധരൻ്റെ തിരുവനന്തപുരത്തെ നിയമം, വട്ടിയൂർക്കാവ്, മറ്റ് പല മണ്ഡലങ്ങളും ആയിട്ടുള്ള ബന്ധവും ജ്ഞാനവും തന്നെയാണ്. ആൾക്കാരെ തിരിച്ചറിയാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, പ്രവർത്തകരെ തിരിച്ചറിയാനുള്ള കഴിവ്, അതൊക്കെ വലിയ ഒരു പ്ലസ് പോയിന്റ്. എനിക്ക് K. മുരളീധരൻ കടന്നു വന്നതുകൂടി അവരുടെ ക്യാമ്പിനൊരു നല്ലൊരു ഊർജ്ജം കൈവന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒപ്പം തന്നെ വളരെ വേഗത്തിൽ ഒരു വിവാദത്തിന് ഇട നൽകാതെ ചില്ലറ സംസാരങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പക്ഷേ ഏശിയില്ല. എങ്കിലും ആ ഒരു സ്ട്രാറ്റജി വിജയം കണ്ടെന്ന് തോന്നുന്നു. ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങാൻ സാധിച്ചല്ലോ. അതെ, അത് UDFിനെ സംബന്ധിച്ചോളം നിസ്സാരമല്ല. UDFിൽ എപ്പോഴും സീറ്റ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ 10 തർക്കവും ബഹളവും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഇവിടെയും കുറച്ചുണ്ടായി. എന്നാൽ പോലും അതൊക്കെ വിദഗ്ധമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ K. മുരളീധരന് കഴിഞ്ഞു എന്നുള്ളതാണ് UDFന് ഇത്ര ഏതാണ്ട് 100% വിജയം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഉണ്ടാക്കാൻ കഴിയും. തീർച്ചയായിട്ടും. മറ്റൊന്ന്, LDF വലിയ ഒരു തേരോട്ടമാണ് ഇവിടെ നടത്തിയത് തിരുവനന്തപുരത്ത്. കേരളം പലരും മാറി ഭരിച്ചെങ്കിലും അരനൂറ്റാണ്ടടുപ്പിച്ച് കോർപ്പറേഷൻ കൈവശം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. എന്നിട്ട് അത് കൈവിട്ടു പോകുന്നു. എന്തൊക്കെയായിരിക്കാം അവർക്ക് വിലങ്ങുതടിയായതെന്നാണ് അങ്ങ് കരുതുന്നത്? ഈ ഭരണവിരുദ്ധ വികാരം അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നോ? ഭരണവിരുദ്ധ വികാരം സ്ട്രോങ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ കേരളത്തിൽ മൊത്തം കണ്ടല്ലോ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഭരണവിരുദ്ധ വികാരം, അയ്യപ്പ കോപം എല്ലാം അതിനകത്ത് വളരെ വലിയ ഘടകമായിട്ട് കേരളത്തിൽ മൊത്തം വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കൂടുതൽ പ്രതിഫലിച്ചിട്ടും ഉണ്ടാവാനിടയിൽ. പക്ഷേ ഈ കിറ്റിൻ്റെ ഒരു ആനുകൂല്യം അന്ന് ലഭിച്ചതുപോലെ ലഭിക്കുമെന്നാണ് കരുതിയത്. ഈ ക്ഷേമ പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നിരുന്നു. അതിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തോന്നുന്നു. അന്നത്തെ ഗുണം
രക്ഷകനായ പിണറായി വിജയനാണ് കിറ്റ് നൽകിയത് എന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അന്ന് ഇപ്പോൾ ശിക്ഷകനായ പിണറായി വിജയനാണോ നമുക്ക് ഈ പെൻഷൻ്റെ കിറ്റ് തന്നിരിക്കുന്നത് എന്നൊരു സംശയം ആളുകളിൽ വരാനുള്ള കാരണം ഈ 4.5 വർഷത്തെ ഭരണത്തിൽ പല വിഷയങ്ങളിൽ ഉണ്ടായി. നിർണായക നിമിഷത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ, ജനങ്ങളോട് ഒത്തുനിന്ന് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പാർട്ടിയോ അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള സഹാക്കളോ എത്താതിരുന്നത്, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ എത്താതിരുന്നത് ജനങ്ങളിൽ ഒരു വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടെയാണ് ഈ ഒരു പരാജയത്തിൻ്റെ ഒരു ഘടകം. തീർച്ചയായിട്ടും. എന്തായാലും BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർക്ക് ചിരിക്കാനുള്ള വക, അഭിമാനിക്കാനുള്ള വക ഈ തെരഞ്ഞെടുപ്പിലൂടെ കിട്ടി. അതിനൊപ്പം തന്നെ ചിരിക്കുന്ന, അഭിമാനിക്കുന്ന മറ്റൊരു നേതാവാണ് VD സതീശനെന്ന് തോന്നുന്നു. അതെ. എങ്ങനെയാണ് VD സതീശനെ? അതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ LDFൻ്റെ പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം LDFൻ്റെ തോളിലിരുന്ന് ചെവി കടിച്ച CPIക്കും കൂടെ പങ്കുണ്ട്. CPIക്ക് കാരണം മുസ്ലിം ലീഗും UDF പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് വളരെയധികം പറഞ്ഞത് ഒരു അന്തർധാര, BJPയും CPIയും തമ്മിലൊരു അന്തർധാര കേരളമൊട്ടാകെ നിലവിലുണ്ട്. അതിൻ്റെ അവസാനത്തെ ശ്രമമായിരുന്നു ഡൽഹിയിൽ പോയി മുഖ്യമന്ത്രിയും അമിത്ഷായും ഒറ്റയ്ക്ക് ഒരു മുറിയിലിരുന്ന് സംസാരിച്ചതും അതിനുശേഷം PM ശ്രീയുമായിട്ട് ഇവിടെ തിരിച്ചു വന്നതെന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും സ്വന്തം തോളിലിരിക്കുന്ന ആൾ തന്നെ പറഞ്ഞു ഇത് ശരിയല്ല, ഇപ്പോൾ ഈ ഭാണ്ഡം എടുത്ത് താഴെ വയ്ക്കണമെന്ന് പറഞ്ഞ് PM ശ്രീയെ ഇവിടെ അഴിച്ചിട്ടത് CPI ചെയ്ത രാഷ്ട്രീയ മണ്ടത്തരമായി പോയി. ആ രാഷ്ട്രീയ മണ്ടത്തരത്തിൻ്റെ തിരിച്ചടി LDFന് താങ്ങാൻ പറ്റാത്തൊരു പ്രഹരം അവർ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ CPMന് പലപ്പോഴും CPI അനുഗ്രഹമാണ് കൊടുത്തിട്ടുള്ളത്. PK വാസുദേവൻ നായർ CPMലേക്ക് വന്ന് CPI കൊണ്ട് കെട്ടിയപ്പോൾ ആ LDF സ്ട്രോങ് ആയെങ്കിൽ ആ LDFനെ ഏറ്റവും വീക്കാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ CPI ഇവിടെ നടത്തിയത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ LDF തോൽവിയുടെ ഒരു കാരണക്കാരൻ CPI ആണ് എന്നാണ്. കാരണക്കാരൻ CPI ആയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എതിർ ചേരിയുടെ എന്താണോ അവരുടെ സ്ലോഗൻ, അതായത് മുസ്ലിം ആ എതിർ ചേരിയുടെ സ്ലോഗൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ ഇതിൽ നിന്ന് ഭിന്നിപ്പിക്കാനായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താ, ഒരു അന്തർധാരയുണ്ട്. പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലൊരു അന്തർധാരയുണ്ട്, പിണറായി വിജയനും അമിത്ഷായും തമ്മിലൊരു അന്തർധാരയുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ തോളിലിരിക്കുന്ന ആൾ തന്നെ പറയാം ഉണ്ട് ഇപ്പോൾ താഴെ വയ്ക്കുക സാധനം, PM ശ്രീ എടുത്ത് താഴെ വയ്ക്കുക എന്ന് പറയുമ്പോൾ പിന്നെ പ്രൂഫ് വേണ്ട, സംശയാതീതമായി തെളിയിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ സുപ്രീം കോടതി പറയുന്ന പോലെ ആയിപ്പോയി. പിന്നെ ആർക്കും അപ്പീലില്ല. അപ്പോൾ അത് വലിയൊരു തോതിൽ ന്യൂനപക്ഷ വോട്ടുകൾ അകറ്റാൻ കാരണമായി എന്ന്. ന്യൂനപക്ഷ വോട്ടുകൾ അല്പമെങ്കിലും LDFിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വലിയ പരാജയം LDFന് വന്നത്. അതായത് ഹിന്ദു വോട്ടുകളിൽ കുറച്ച് BJP കൊണ്ടുപോയി. അത് തിരുവനന്തപുരത്താണ് കൂടുതൽ, മറ്റു സ്ഥലങ്ങളിൽ അത്ര വന്ന് കാണാൻ വഴിയില്ല, അല്ലെങ്കിൽ ഇത്രയ്ക്കുള്ള വിജയം വന്നാൽ പോരാ. അപ്പോൾ അതിനേക്കാൾ വലിയ പരാജയമായിട്ട് വന്നിരിക്കുന്നത് മുസ്ലിം വോട്ടുകൾ കൂടുതൽ LDFിൽ നിന്ന് പുറത്തു പോവുകയും അത് UDFിൽ ചെന്ന് കുത്തുകയും ചെയ്തുകൊണ്ടാണ് UDFന് ഏത് കാര്യത്തിൽ നോക്കിയോ നിങ്ങൾ, കോർപ്പറേഷൻ എടുത്താലും പിന്നെ 5 സീറ്റോളം അവർക്ക് കിട്ടുന്ന അവസ്ഥ വന്നില്ലേ, 4 അവർക്ക് കിട്ടുന്ന അവസ്ഥ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ നഗരസഭ എടുത്താലും പകുതി കൂടുതൽ വന്നിരിക്കുന്നു. ഡിവിഷനിൽ മാത്രം ഒരല്പം വ്യത്യാസം LDFിനുണ്ടെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ സ്ഥലത്തും തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ, ഗ്രാമസഭയിൽ ഒരിക്കലും LDFിന് ഇത്ര വലിയ ദോഷം വരാറില്ല. 500-നടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് പിന്നെ ഒരു സ്വീപ്പിംഗ് തന്നെ നടത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഈ സ്വീപ്പിംഗ് നടത്താൻ കഴിഞ്ഞത് LDFിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഹിന്ദു വോട്ടുകൾ പ്ലസ് മുസ്ലിം വോട്ടുകൾ പിന്നെ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ അത് തന്നെയാണ്. അതിൽ ഒരു ചോർച്ച വന്നിരിക്കുന്നു. ആ ചോർച്ച എന്ന് പറയുന്നത് LDFിൽ നിന്ന് മുസ്ലിം വോട്ടുകൾ ഏതാണ്ട് നല്ലൊരു രീതിയിൽ പിന്നെ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. ഇപ്പുറത്ത് BJPയിലേക്കും കുറച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഈ കോൺഗ്രസിലേക്ക് പോയ പിന്നെ മുസ്ലിം വോട്ടുകൾ LDFിനെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഈ ഒരു അന്തർധാര പറഞ്ഞതാണ്. ആ അന്തർധാരയ്ക്ക് തെളിവിട്ട് കൊടുത്തത് ഒരു ചതി ചെയ്യും പോലെ LDF ആണ് ചെയ്തത്, CPI ആണ് ചെയ്തത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് അവരെ വല്ലാണ്ടങ്ങ് വേദനിപ്പിച്ചെന്ന് തോന്നുന്നു, ഒരു ഹർട്ട് ചെയ്തു CPMനെ. കാരണം കുറേ അവർ പിടിച്ചു നിന്ന് നോക്കി, പലവട്ടം ചർച്ചകൾ നടത്തി, അല്ല അതത് നാറ്റിച്ച് കളഞ്ഞു. ഒരു രക്ഷ ഇലക്ഷൻ അടുത്ത സമയത്ത് ഇട്ട് അലക്കി നാറ്റിച്ച് പിന്നെ മുഖ്യമന്ത്രി തന്നെ CPIയുടെ അടുത്തേക്ക് വന്ന് ഇത് സോൾവ് ചെയ്യേണ്ട ഒരവസ്ഥ
അത് ശ്രീ ശിവൻകുട്ടി വന്ന് ശ്രമിച്ചിട്ടും നടക്കാതെ ബിനോയ് വിശ്വത്തിൻ്റെ അരികിലേക്ക് മുഖ്യമന്ത്രി തന്നെ വന്ന് സംസാരിച്ചിട്ടും ഇല്ല, ഈ സാധനം പിൻവലിച്ച് താക്കോല് ഞങ്ങളുടെ ഇത്താ, അപ്പോൾ മാത്രമേ ഞങ്ങൾ പിന്നെ ക്യാബിനറ്റിന് കയറുള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നില്ലേ? അതെ. അതുപോലെ ക്യാബിനറ്റിൽ വരാതിരിക്കുന്നത് വലിയ ഗുരുതരമായ തെറ്റാണ്. മുഖ്യമന്ത്രിയോട് വിശ്വാസമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒരു ക്യാബിനറ്റിൽ പങ്കെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയോട് വിശ്വാസമില്ലാതിരിക്കുക എന്നുള്ളത്. ആ മന്ത്രിസഭ പിടിച്ചുവിടുകയാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ ആ അത്രയ്ക്ക് ഒരു പ്രതിസന്ധിയിൽ CPI കൊണ്ടുവന്ന് CPM-നെ എത്തിച്ചു എന്നുള്ളത് ഒരു വടിയായി UDF-ന്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് കിട്ടി. അതവർ ഭംഗിയായിട്ട് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാ കണ്ടില്ലേ, ഈ ബാന്ധവം നമുക്ക് കേരളത്തിന് നല്ലതല്ല, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നല്ലതല്ല എന്ന് പ്രചരിപ്പിക്കാൻ അവർക്കൊരവസരം കിട്ടി. ശരിയാണ്. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 501 ആണ് UDF-ന്റെ നേട്ടം, 341 LDF-ന്റെ കുറഞ്ഞിരിക്കുകയാണ്. NDA ക്യാമ്പിലേക്ക് നോക്കുമ്പോൾ 25 ഗ്രാമപഞ്ചായത്തുകളുണ്ട് അവർക്ക്. ആർക്കൊപ്പമാണെന്ന് പറയാൻ സാധിക്കാതെ 68. അത് വളരെ നിർണായകമായിട്ട് വരികയാണ്. ഇനിയിപ്പോൾ പലയിടത്തും NDA-യുടെ സീറ്റുകൾ നിർണായകമാകുകയാണ് ഈ 68 എന്ന് പറയുന്നതിൽ പലയിടത്തും. അതുപോലെ മുനിസിപ്പാലിറ്റികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UDF-ന് 54 സ്ഥലത്തേക്ക് വിജയം വ്യാപിപ്പിക്കാൻ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. LDF 28 കുറഞ്ഞു. നമുക്ക് 40 ആയിരുന്നു കഴിഞ്ഞ തവണ 40-41 ഒക്കെ ആയിട്ട് ഏതാണ്ട് തുല്യമായിട്ട് അല്പം മുന്നോക്കം പിന്നെ LDF-നായിരുന്നു. അതെല്ലാം തകർന്ന് തരിപ്പണമായി എന്ന് മാത്രമല്ല ഏതാണ്ട് പകുതിയിലേക്ക് താഴ്ന്നു പോയി എന്നുള്ളത് ഒരു കാര്യമാണ്. ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ ഉണ്ട്, അയ്യപ്പൻ്റെ കോപമുണ്ട്, എല്ലാം നിൽക്കവേ തന്നെ ഈ കൂടെ നിന്നവൻ്റെ ഒരു ചതിയും കൂടെ LDF-ന് ദോഷമായി വന്നിട്ടുണ്ട്. സമ്മതിക്കാതെ തർക്കമില്ല. ഇനിയിപ്പോൾ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഇപ്പോൾ CPI-യിലേക്ക് വന്നു. CPI-യിൽ നിന്നും ഇനി UDF-ന്റെ ജയത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്കാർക്ക് എന്നുള്ളതിലേക്ക് പോകുമ്പോൾ VD സതീശന് ഒന്ന് ആശ്വസിച്ച് അഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വിജയമാണ്. തീർച്ചയായിട്ടും ഇത് ഫൈനലല്ല എന്നും ഞാൻ ഊന്നി പറയുകയാണ് സതീശനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ആസ് ഫാർ ഇതുവരെയുള്ള സംഭവങ്ങൾ നോക്കുമ്പോൾ സതീശൻ വിജയം നേടി എന്ന് തന്നെ നമുക്ക്. VD സതീശൻ്റെ ആ ഒരു ജൈത്രയാത്ര ഇപ്പം ഇന്ന് തുടങ്ങിയതല്ല. ഉപതെരഞ്ഞെടുപ്പ് അത് തുടർച്ചയായി 5ഓളം ഉപതെരഞ്ഞെടുപ്പുകളിൽ മുതൽ തുടങ്ങി നിലമ്പൂർ വന്ന് അവസാനിച്ചപ്പോൾ, പക്ഷേ പിന്നീട് പിന്നെ UDF-നകത്ത് നടന്ന അന്തഃഛിദ്രങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നവും എല്ലാം കൂടെ ആയിട്ടൊരു കശപിശ വന്ന് പോയെങ്കിലും അത് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് തൻ്റെ വലങ്കയായിട്ട് നിന്ന ആളായിട്ട് പോലും VD സതീശൻ അത് ദീർഘവീക്ഷണത്തോടെ കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും പുറത്താക്കി തള്ളിക്കളയുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു മേന്മ തന്നെയാണ്. പക്ഷേ എന്നിട്ടും പലരും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു. അത് UDF-ന് ഭാരയായി വന്നേനെ. എന്തായാലും ഫൈനലി അദ്ദേഹം നടത്തിയ ഈ സീറ്റ് അറേഞ്ച്മെൻറ്റുകളും ഓരോ സ്ഥലത്തും ഓരോരുത്തരെ ചുമതല ഏൽപ്പിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജയത്തിലേക്ക് UDF-നെ എത്തിച്ചു എന്ന് വേണമെങ്കിൽ. ചുമതല ഏറ്റെടുത്ത് നടത്തിയത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത് എന്തായാലും അവർക്ക് അഡ്വാൻറ്റേജ് ആയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊന്ന്, കാരണം അവർക്ക് പറയാനും വകയായി. നേരെ മറിച്ച് LDF ക്യാമ്പിലേക്ക് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നേരിട്ട പലരും ഇപ്പോഴും സ്ഥാനങ്ങൾ രാജിവെക്കാതെ ഉണ്ട്. അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് തന്നെ നിന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കാൻ പറയുകയും അതുപോലെ തന്നെ പോലീസിൽ കൊടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതെല്ലാം ഈ അവസാന നിമിഷത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നോ ചിലപ്പോൾ നെഗറ്റീവ് എഫക്റ്റിലേക്ക് വരും. പക്ഷേ ഒരു മുട്ടട വാർഡിൽ ഒരു പെൺകുട്ടിക്ക് അവരുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുന്ന വിധത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ കളിക്കുക, അതുപോലെ തന്നെ കണ്ണമൂല വാർഡിലെ ഒരു സ്വതന്ത്രനെ അടി കൊടുക്കുക. ഇപ്പൊ അയാൾ പുള്ളി ഒരു കിങ് മേക്കർ ആവും. ഇപ്പം മിക്കവാറും 51 തികഞ്ഞില്ലെങ്കിൽ BJP-ക്ക് 1 തികയ്ക്കാനായിട്ട് ശ്രീ രാധാകൃഷ്ണൻ അവിടെ ഉദയം ചെയ്യും. ചിലപ്പോൾ ഡെപ്യൂട്ടി മേയർ വരെ ആയിക്കൂടായികയില്ല. അപ്പോൾ അത്തരത്തിലൊരു രീതിയിലേക്ക് രാധാകൃഷ്ണന് ഉയരാൻ സാധിച്ചു. അടി കിട്ടിയെങ്കിലും ഒരു കീ പോയിന്റിലേക്ക് എത്താൻ സാധിച്ചു അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇപ്പോഴും അവസാനിക്കുന്നില്ല. ഞാൻ അങ്ങയുടെ അറിവിലേക്ക് പറയാം. ഇപ്പോൾ പാലക്കാട് ജയിച്ച UDF സ്ഥാനാർത്ഥികളൊക്കെ അദ്ദേഹത്തെ ഓഫീസിൽ പോയി കണ്ടു എന്നാണ് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ. അതെ, അത് ചില കാര്യങ്ങൾ നമ്മൾ ഓവർ ഡൂ ചെയ്യുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആവും. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മളൊരാളെ ഒരുപാടിട്ട് പീഡിപ്പിക്കുമ്പോൾ, അയാളായിട്ട് ഒരുപാടിട്ട് ഓടിപ്പിക്കുമ്പോൾ ജനങ്ങൾ വിചാരിക്കും എന്തിനാ ഇത്ര ഓടുന്നത്? ഇവിടെ ഇതിനേക്കാൾ വലിയ പീഡനങ്ങളൊക്കെ നടത്തിയവരൊക്കെ MLA ആയിട്ടും മന്ത്രിയായിട്ടും കാറിലും പിന്നെ കൊടിവെച്ച
ഇതിലും അല്ലാത്ത കാറിലും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ടല്ലോ. അവരെ ആരും പോലീസ് ഇത്രയും പീഡിപ്പിക്കുന്നില്ലല്ലോ. എന്തിനാണ് ഇദ്ദേഹത്തിനെ ഇത്ര പീഡിപ്പിക്കുന്നത്? അതിൽ ചില മഹിളകൾ പറഞ്ഞ പോലെ ഇത് കുറഞ്ഞ പീഡനവും മറ്റേത് കടുത്ത പീഡനവും ആയിപ്പോയി എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ആ പറഞ്ഞ മഹതി തോറ്റുപോയി കേട്ടോ. ഇപ്പം അടൂരോ മറ്റാണ്, കൊട്ടാരക്കരയോ അടൂരോ അങ്ങാണ്ട് നിന്ന് തോറ്റുപോയി. അപ്പോൾ ജനങ്ങൾ തന്നെ അവരെ തള്ളിക്കളഞ്ഞിരിക്കുന്നുള്ളതാണ്. ഇത്തരം വാചകങ്ങൾ അടിക്കുന്നവരെ ജനങ്ങൾ നിഷ്കരണം തള്ളുന്നു എന്നുള്ളതാണ്. അതെ, ഏതായാലും UDF അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു തിരിച്ചുവരവാണ് അവർ നടത്തിയിരിക്കുന്നത്. ഒരൊറ്റ കോർപ്പറേഷൻ മാത്രമാണ് ഇപ്പോൾ LDF അവകാശപ്പെടാനുള്ളത്, കോഴിക്കോട് മാത്രമാണ്. ബാക്കി 5ഇടത്തും 4ഇടത്തും UDF ആബ്സല്യൂട്ട് മെജോറിറ്റിയിലേക്ക് പോവുകയും ചെയ്തു. തിരുവനന്തപുരത്ത് NDA BJP പലയിടത്തും പ്രതിപക്ഷത്തേക്ക് വരാൻ BJPക്ക് കഴിയുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അതെ, പലയിടത്തും BJPക്ക് ഇത് മാത്രമല്ല, പല ഗ്രാമസഭകളിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ BJP പ്രധാന പ്രതിപക്ഷമായിട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ് BJPയുടെ ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഇത്തവണത്തെ ഒരു പിന്നെ ഇലക്ഷൻ വിജയം എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു പ്രതീക്ഷയുടെ തീരത്തേക്കാണ് UDF പോകുന്നത്. VD സതീശന് എത്രത്തോളം പ്രതീക്ഷ വയ്ക്കാം ആ വലിയ കസേരയിൽ? VD സതീശന് വലിയ ഒരു പ്രതീക്ഷ വയ്ക്കാവുന്ന അവസരം ഇപ്പോൾ വീണ്ടും കൈവന്നിരിക്കുകയാണ്. അത് കൂടെയുള്ളവർ അണയ്ക്കാതിരുന്നാൽ. ഇപ്പം തന്നെ ഡൽഹിയിൽ നിന്നും മറ്റു പലയിടത്തു നിന്നുമൊക്കെ CM ആവാനായിട്ട് ആൾക്കാർ അവതരിച്ചാൽ ഒരു പക്ഷേ അത് പ്രശ്നമായി വരും. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടത് VD സതീശന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് VD സതീശനും K മുരളീധരനും കൂടെ ഒരു ടീമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കൊണ്ടുപോകാൻ അനുവദിക്കുക. അതിനിടയ്ക്ക് MP സ്ഥാനം രാജിവെച്ചോ രാജിവെക്കാതെയോ ആരെങ്കിലും മുഖ്യമന്ത്രിയാവാൻ ചാടി വരാതിരിക്കുക. പിന്നെ നൂലിൽ കെട്ടി ആരെങ്കിലും ഇറക്കാതിരിക്കുക. ഈ പോകുന്ന ഈ ഫോഴ്സ് ഇങ്ങനെ പോകാൻ അനുവദിച്ചാൽ ഒരുപക്ഷെ UDFന് 2026 ഉദ്ദേശിച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞെന്ന് വരാം. തീർച്ചയായിട്ടും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് തൊട്ടടുത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് നമ്മൾ ഇതുവരെ കണ്ടതാണ്. ഈ 95 മുതൽ ഇങ്ങോട്ട് അത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ തിരുത്താൻ സമയമില്ല. ഇനി അതാണ് ഇനിയിപ്പോൾ LDFന് തിരുത്താൻ സമയമില്ല. തുരത്താൻ നിന്നു കൊടുക്കാതിരുന്നാൽ മതി. അല്ലേ? മറ്റു കോൺഗ്രസ് തുരത്താനായി നിന്നു കൊടുക്കാതിരുന്നാൽ മതി. അതെ, ഇനിയിപ്പോൾ തുരത്താനേ മാർഗമുള്ളൂ. ആ തുരത്തലിന് വിദഗ്ധനാണ് നമ്മുടെ മുഖ്യമന്ത്രി. അതിനേക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരുന്നാൽ വിജയത്തിനുള്ള സാധ്യത UDFനുണ്ട്. പക്ഷേ അവർ ശ്രദ്ധിക്കേണ്ടത് ഈ തമ്മിലടിക്കുന്ന ഒരു കൂട്ടമല്ല തങ്ങൾ, അല്ലേ? തമ്മിൽ തല്ലുന്ന കൂട്ടമല്ല തങ്ങൾ എന്ന് തെളിയിക്കണം. നേതൃത്വം പ്രത്യേകിച്ച് തമ്മിൽ തല്ലുന്നതല്ല എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കൊണ്ടുപോകാൻ കഴിയണം. അത് പിന്നെ എനിക്ക് മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും എൻ്റെ ഇത്ര MLA-മാരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അടികൂടാതിരിക്കുന്ന സാഹചര്യം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വേറൊരു കാര്യം, LDFന് ഇട്ടൊരു നല്ല പ്രഹരം അവരുടെ തന്നെ ഒരു വെറ്ററൻ നേതാവ് കൊടുത്തിട്ടുണ്ട്, MM മണി. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കേട്ടു പോകും. ഇതൊക്കെ കേൾക്കുന്ന ആരെങ്കിലും ഇനി LDFന് വോട്ട് ചെയ്യുമോ? അതായത് പെൻഷൻ എല്ലാം വാങ്ങി ശാപ്പാട് കഴിച്ചു, ജനങ്ങൾ കാണിച്ചത് നന്ദി കേട്, വോട്ടർമാരെ അപമാനിച്ചു എന്നുള്ള അഭിപ്രായം ഇതിനകം വന്നു കഴിഞ്ഞു. MM മണി വളരെ മോശമായി വോട്ടർമാരെ അപമാനിച്ചു എന്ന് മാത്രമല്ല, ഈ കൊടുത്തത് ആരുടെ പണമാണ്? ജനങ്ങളുടെ പണമാണ്. ഖജനാവിൽ കിടക്കുന്ന ജനങ്ങളുടെ പണം ജനങ്ങൾക്ക് കിട്ടിയതിന് ഇങ്ങനെ ഞങ്ങൾ പണം തന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ വിഡ്ഢിത്തരമാണ് പറയുന്നത്. അഹങ്കാരവും അവഹേളനവുമാണ്. ഞാൻ എന്റെ പണം എടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ജനങ്ങൾ ചെയ്യുക. ഇത് കേൾക്കുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? ഇവരൊക്കെ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? കേരളം എന്ന് പറയുന്നത് അവരുടെ കുടുംബസ്വത്തെന്നാണോ? കേരളത്തിന്റെ ഖജനാവ് എന്ന് പറയുന്നത് അവരുടെ കുടുംബസ്വത്ത്. പരാജയത്തിന്റെ പ്രധാന കാരണം ഇത്തരത്തിലുള്ള ചില കേമന്മാർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നത് തന്നെയാണ്. ഈ ഓരോ കാര്യങ്ങളെയും ന്യായീകരിച്ചുകൊണ്ട്, ന്യായീകരണ തൊഴിലാളിയായി വന്നുകൊണ്ട് കഴിഞ്ഞ കുറേ നാളായി നമ്മുടെ ചാനലിലൂടെ അന്തിച്ചർച്ച നടത്തുമ്പോൾ ഓരോരുത്തരും ശരിക്കും പറഞ്ഞാൽ ഇവരെ കല്ലെറിയാൻ നിൽക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. സ്വന്തം TV ആയതുകൊണ്ടാണ് കല്ലെറിയാത്തത്. അല്ലെങ്കിൽ ഇവരെ അവിടെ ഇരുന്ന് കല്ലെറിയാനായിട്ട് ജനത്തിന് തോന്നിയിട്ടുണ്ട്. ഇത് പിന്നെ ജനം സഹിക്കും, കാരണം പിന്നെ തൽക്കാലത്തേക്ക് സഹിക്കും. പക്ഷേ ഇത് കുറേ ആകുമ്പോൾ ഇറിറ്റേഷനായി പോകുന്നേ. നമുക്ക് ദഹിക്കാത്തത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതും നമ്മളെ തന്നെ പുച്ഛിക്കുന്ന, നമ്മുടെ കോമൺ സെൻസിനെ പിന്നെ ബാധിക്കുന്ന വിധത്തിൽ പറയാം. അപ്പം അത് വളരെ ഇറിറ്റേഷനായി തോന്നും. ഇപ്പം ഞാനൊരു ന്യായം പറഞ്ഞാൽ ആ ന്യായം താങ്കളെ ഒരു വിധത്തിലും ബാധിക്കാൻ പാടില്ല. താങ്കളുടെ കോമൺ സെൻസിനെ ബാധിക്കുമ്പോൾ ഇവൻ എന്നെ ഫൂളാക്കുകയാണല്ലോ എന്ന് ഒരു തോന്നൽ മനസ്സിൽ വന്നാൽ ചിലപ്പോൾ അടി തരും. ആ അടിയാണിപ്പോൾ വോട്ടായിട്ട് പല പോളിംഗ് സ്റ്റേഷനിലും പോയി ജനം ചെയ്തിരിക്കുന്നത്.
ശരിയാണ്. ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള പോക്ക് എന്നുള്ള സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതെ അല്ലേ? അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോട്ടുള്ള ഒരു ഡ്രസ് റിഹേഴ്സലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് എക്സാക്ട്ലി അത് ശരി തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങ് പറഞ്ഞ ഒരു കാര്യം, ഇനിയുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ തുരത്താനാണ് സാധ്യത അവർക്ക് മുന്നിലുള്ളത്, അതായത് LDF-ന് മുന്നിലുള്ളത്. ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ അവരെന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ്? പിന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിർത്തിയിരിക്കുന്ന ടെമ്പോ നിലനിർത്തിക്കൊണ്ട്, ഭരണവിരുദ്ധ വികാരം, അയ്യപ്പ വികാരം ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് നല്ല സ്ഥാനാർത്ഥികളെ ഇറക്കി മുന്നോട്ട് പോയി ഭരണം പിടിക്കുക എന്നുള്ളതാണ് എങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം ഇനി അല്പം പോലും സമയമില്ല, തിരുത്താൻ സമയമില്ല, ഇനി തുരത്താൻ മാത്രമേ സമയമുള്ളൂ. ആ തുരത്തണമെങ്കിൽ അത് ഇത്രയും നാളും LDF-നെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരുന്നത് അന്തർധാരയാണ്. ആക്ച്വലി ഇവിടെ അന്തർധാര ഇല്ലായിരുന്നു. അവർ കേന്ദ്ര ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് PM ശ്രീയിലൊക്കെ പോയി ചില ഫണ്ട് വാങ്ങിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തി എന്നൊക്കെ ഉള്ളത് കവിഞ്ഞ് ശരിയായ ഒരു അന്തർധാര ഇല്ലായിരുന്നു. അപ്പോൾ ആ പുകമറയെ വെച്ചിട്ട് അന്തർധാരയെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു അന്തർധാര റിയലായിട്ട് വന്നാൽ ഒരു പക്ഷേ ശശി തരൂരിനെ മറ്റോ ശശി തരൂർ കോൺഗ്രസിനെയൊക്കെ ഇവിടെ ഇറക്കി NDA ഉൾപ്പെടെയുള്ളവർ ചേർന്നൊരു തുരത്തൽ പ്രയോഗം വന്നാൽ അത് ചിലപ്പോൾ UDF-ന് ദോഷകരമായി വരും. പ്രത്യേകിച്ച് 250ഓളം ഭാരവാഹികളുള്ള കോൺഗ്രസ്സിന് അതിൻ്റെ 1/3 പോലും സീറ്റ് കൊടുക്കാൻ കഴിയില്ല. അപ്പം സീറ്റ് മോഹികളായ ഒത്തിരി പേര് മുന്നോട്ട് വന്നാൽ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഗ്രസ് ഇവിടെ വരികയും അത് NDA-യുമായി തൊട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയും അതിൽ UDF-നും LDF-നും കൂടെ ചില കോൺട്രിബ്യൂഷൻസ് നടത്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ വരികയും ഒക്കെ ചെയ്താൽ ഒരു പക്ഷേ ഈ പോക്കിന് ചിലപ്പോൾ ഒരു തടയിടാൻ കഴിഞ്ഞേക്കാം. അതായത് പറഞ്ഞു വെക്കുന്നത് LDF-ഉം BJP-യും തമ്മിലൊരു ബാന്ധവം നടക്കാനുള്ള സാധ്യതയുണ്ട്. ബാന്ധവം ആയിട്ട് വന്നില്ലെങ്കിൽ പോലും ധാരണയായി ഒരു ചില കാരണം ഇനി LDF-നെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ളതൊരു ബംഗാളാണ്. ഇപ്പം നമ്മൾ ഇന്നലെ വരെ പറഞ്ഞിരുന്ന പിക്ചർ മാറിയിരിക്കുന്നു. ഇന്നലെ വരെ പറഞ്ഞിരുന്നത് ഈസി ആയിട്ടൊരു 3-ാം ഊഴമാണ്. പക്ഷേ ഇന്ന് LDF-ന്റെ തന്നെ പിടിപ്പുകേട് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ആവശ്യമില്ലാത്ത ചില വിഷയങ്ങൾ അവസാന നിമിഷങ്ങളിൽ ഉണ്ടാക്കി വെച്ച് അത് അയ്യപ്പ സംഗമം മുതൽ LDF കാണിച്ചത് മുഴുവൻ അബദ്ധങ്ങളായിരുന്നു. നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതാണ് അയ്യപ്പ സംഗമം തിരിച്ചടിക്കും എന്ന് നമ്മൾ അന്ന് പറഞ്ഞു. കാരണം ഉറങ്ങിക്കിടന്ന ചില വികാരങ്ങളെ, മരിച്ചു കിടന്ന ചില വികാരങ്ങളെ വീണ്ടും ഉണർത്തുകയാണ്. സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ളത് ഈ അയ്യപ്പ സംഗമത്തിലൂടെ ജനങ്ങൾ വീണ്ടും ചിന്തിക്കാനിടയായി. അതിനുശേഷം പിന്നെ അയ്യപ്പൻ്റെ കൊള്ള മറ്റത് മറിച്ചതൊക്കെ വന്നു. ഈ പത്മകുമാറിനെ പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ നിന്നത് വലിയ കഷ്ടമായിപ്പോയി. രാഹുൽ മാങ്കോട്ടത്തിനെ അവർ പുറത്താക്കി. അതുകൊണ്ട് തന്നെ ആ ക്ഷീണത്തിൽ കിട്ടേണ്ട അടി കുറച്ച് UDF കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ പിന്നെ പത്മകുമാറിനെയും മറ്റും പുറത്താക്കിക്കൊണ്ട് ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ട് ഇലക്ഷനെ നേരിടേണ്ടതല്ലേ. അപ്പം ഞങ്ങൾ ക്ലീൻ അല്ലെങ്കിലും ജനങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ളൊരു ധാർഷ്ട്യം അവിടെ വന്നോ, ആത്മവിശ്വാസം അവിടെ വന്നോ എന്നുള്ളതുണ്ട്. പക്ഷേ ഇനി വരുന്ന കാലഘട്ടത്തിലെങ്കിലും എന്താ പറയാമെന്ന് അല്ല ചോദിക്കാൻ വന്നത് ആ വിഷയത്തിലേ, അതായത് എന്ത് ചെയ്താലും ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്ന് പറയുന്നത് അത് ശരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലൊരു ധാരണ അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് ശിഥിലമായി നിന്ന പ്രതിപക്ഷം കൂടിയല്ലേ. അപ്പോൾ എന്തായാലും പ്രതിപക്ഷത്തിന് അത് വലിയ ഘടകമാണ്. പ്രതിപക്ഷം ഇനിയിപ്പോൾ സ്ട്രോങ് ആയി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭരണപക്ഷത്തിന് വെല്ലുവിളി കൂടും. തീർച്ചയായിട്ടും പ്രതിപക്ഷം സ്ട്രോങ് ആകണമെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അവർക്ക് അബദ്ധം പറ്റാതെ ഈ കിട്ടിയ നേട്ടം ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അടുത്ത ഇലക്ഷനിലേക്ക് മുന്നോട്ട് നീങ്ങുക. അതിനുള്ള സമയമേ ഉള്ളൂ. ശരിക്കും സ്ഥാനാർത്ഥികളെ കറക്റ്റായിട്ട് പ്രഖ്യാപിക്കുക, മുന്നോട്ട് നീങ്ങുക എന്നൊക്കെ ഉള്ളത് മാത്രമേ ഉള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ LDF-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഇനി അവർക്ക് നഷ്ടപ്പെടാനുള്ളത് ഒരു വലിയ സാമ്രാജ്യം, ഒരു ബംഗാളാണ്. കേരളം എന്ന ഒരു ബംഗാളാണ് ഇനി നഷ്ടപ്പെടാൻ പോകുന്നത്. ഇത് 5 വർഷം അങ്ങനെ നഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് റിക്കൂപ്പ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായി വരും. ഇപ്പോൾ ഈ കേൾക്കുന്ന ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ അതായത് ഒരു അന്തർധാര, ഒരു ധാരണ, ഒരു തിരശ്ശീലയ്ക്ക് പിന്നിലെ ബാന്ധവം CPM-ഉം BJP-യും തമ്മിൽ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? കാരണം അങ്ങനെയാണെങ്കിൽ 2 കാര്യങ്ങളിൽ അവർക്ക് ഗുണമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇത് സംബന്ധിച്ചുള്ള ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്നത്. ഒന്ന്, കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഈ കേരളത്തിൽ ഇല്ലാതാവും, അല്ലെങ്കിൽ അവരാകെ ശീതലമായി ഭരണമില്ലാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അത് BJP-യുടെ ഒരു ലക്ഷ്യവും അത് തന്നെയല്ലേ? അപ്പോൾ BJP-യും CPM-ഉം ഈ കാര്യത്തിൽ BJP സംബന്ധിച്ചോളം രണ്ടും ഒരുപോലെയാണ്. അതായത് ഇവിടെ കോൺഗ്രസ് മുസ്ലിം ലീഗുമായി ചേർന്നൊരു ശക്തിയായി കഴിഞ്ഞാൽ
പിന്നെ LDF നശിക്കുകയാണെങ്കിൽ പിന്നെ ആ വോട്ടും കൂടി ഇപ്പുറത്ത് വന്ന് അവരും പിന്നെ കോൺഗ്രസും തമ്മിലുള്ള ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടാവും. ഓക്കെ. വളരെ ശോഷിച്ച ഒരു പിന്നെ CPM ആയിരിക്കും പിന്നെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇടതുമുന്നണിയായിരിക്കും പിന്നെ നിൽക്കുന്നത്. തിരിച്ചു വന്നാലും അവർക്ക് അതുപോലെ തന്നെയാണ്. LDF വളർന്നു വരികയും പിന്നെ കോൺഗ്രസ് ക്ഷയിക്കുകയും ചെയ്താൽ മുസ്ലിം ലീഗ് LDFനോട് ചേർന്ന് അത് രണ്ട് ശക്തികളായിട്ട് വരും. എങ്ങനെ വന്നാലും BJPക്ക് ഒരു സേഫ് സോൺ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അതെ, അവർക്ക് ഒരു സ്പ്രിംഗ് ബോർഡ് പോലെ ഒരു പ്രതലത്തിൽ ചവിട്ടി കുതിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? വളരെയധികം. കാരണം അവർക്ക് ഇത്തവണ അവർ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കിക്കോളൂ, എങ്ങനെയായാലും 25 അടുപ്പിച്ച് അവർ കൊണ്ടുപോകും. 20 ഇപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ റഫായിട്ട് നമുക്കിപ്പോൾ നോക്കാൻ സമയം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും റഫായിട്ട് പറഞ്ഞാൽ പോലും 20 മേളിൽ വന്നിട്ടുണ്ട്. 25 വരെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മുടെ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ LDFന് വളരെ ഒരു ഭരണം നഷ്ടപ്പെട്ടാൽ ഒരു പക്ഷേ അത് താങ്ങാനാവാത്ത ആഘാതമായിട്ട് വന്നേക്കാം. അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെയും വരും. അതിനകത്ത് ലീഡർഷിപ്പിൻ്റെ പ്രശ്നങ്ങൾ, ലീഡർഷിപ്പ് മാറുന്നത്, പലവിധ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് അതിനകത്ത് ഒരുപാട് വീക്കനിങ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. LDFനകത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതെ, അവർക്ക് അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ പറയുമല്ലോ, അവർക്ക് ഒരിക്കലും ഈ ഒരു തോൽവിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും മൂന്നാം ഊഴത്തിൽ കുറഞ്ഞൊന്നും അവർക്ക് ഇപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല. ചിന്തിച്ചാൽ അതൊരു ബംഗാളോ ത്രിപുരയായി മാറാൻ സാധ്യത. കാരണം ജനങ്ങളുടെ എതിർപ്പ് ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതിനൊപ്പം തന്നെ ഈ പാർട്ടിക്കുള്ളിൽ നേതൃത്വത്തിനെതിരെ ശക്തമായ ചോദ്യം ഉയരും. വളരെ ശക്തമായിട്ട് ചോദ്യം വരും. കാരണം ഇന്ന് വരെ CPMന് ഉണ്ടാകാത്ത ചില മൂല്യച്യുതികൾ, ചില പ്രശ്നങ്ങൾ അവരുടെ അണികൾ തന്നെ വെറുക്കുന്ന വിധത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അണികളിൽ ഒരു വിഭാഗം പോലും വോട്ട് മാറി ചെയ്തിട്ടുണ്ടോ എന്ന് അവർ ഇൻട്രോസ്പെക്ഷൻ നടത്തേണ്ട ഒരു സാഹചര്യവും കൂടെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം അവർ വീക്കായി നിൽക്കുകയാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തോൽവി LDFനെ വീക്കാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരവും കുറവാണ്. ഇവിടെ മറ്റൊരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് മാണി കോൺഗ്രസുമായി CPM നീക്കുപോക്കുണ്ടാക്കിയത്. ഈ നീക്കുപോക്കിൽ മാണി കോൺഗ്രസിലെ അണികൾ സംതൃപ്തരല്ല. നേതാക്കളെ വലിയ രീതിയിൽ അവർ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അണികളും സംതൃപ്തരല്ല, നേതാക്കളും സംതൃപ്തരല്ല. കാരണം അതിനകത്ത് പലർക്കും ഇപ്പം ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമില്ലായിരിക്കാം. പക്ഷേ മറ്റ് അദ്ദേഹത്തിനൊരു ക്ഷീണം നേരിട്ടതുകൊണ്ട്, UDFൽ നിന്ന് ക്ഷീണം നേരിട്ടതുകൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് ഇപ്പുറത്ത് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും മറ്റ് പല MLA-മാരടക്കമുള്ളവർക്ക് ഇപ്പുറത്ത് പോകുന്നതിന് സന്തോഷമാണ്. പ്രത്യേകിച്ച് ജില്ലാ ഭാരവാഹികൾ, കോട്ടയത്ത് ഉൾപ്പെടെയുള്ള ജില്ലാ ഭാരവാഹികൾക്ക് ഇപ്പുറത്തോട്ട് മാറുന്ന, ഇടുക്കിയായാലും കോട്ടയമായാലും അവർക്ക് UDFലേക്ക് മാറുന്നതാണ് സേഫ് എന്നുള്ളൊരു ചിന്ത മുമ്പേ ഉണ്ട്. ഇപ്പോഴത്തെ ഈ ജനവിധിയോടുകൂടി അത് കൂടുതൽ ആക്കം കൂട്ടിയിട്ടുണ്ട്. എന്തായാലും അവരങ്ങോട്ട് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അവരങ്ങോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അങ്ങോട്ട് പോയില്ല, നേതാക്കൾ ഇവിടെ നിന്നാൽ ചിലപ്പോൾ അണികളും ചില താഴെത്തട്ടിലുള്ള ചില നേതൃത്വവും ഒരുപക്ഷെ UDFലേക്ക് ചേക്കേറിയേക്കാം. എൻ്റെ ഒരു സംശയം, ഈ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കൾ പറഞ്ഞതുപോലെ അല്ല എന്ന് തോന്നുന്നു അണികൾ വോട്ട് ചെയ്തത്. ഇല്ല, അങ്ങനെയല്ല. അതാണ് എനിക്ക് തോന്നുന്നത് ഈ UDFനൊക്കെ അവിടെ നല്ല വിജയം നേടാൻ സാധിച്ചതും പിന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും CPMനും വലിയ തിരിച്ചടി ഉണ്ടായതും അതുകൊണ്ട് തന്നെ. കാരണം കേരള കോൺഗ്രസിൻ്റെ ഒരു സ്ഥാപിത ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് സ്ഥാപിത ലക്ഷ്യമല്ല, അത് കഴിഞ്ഞിട്ട് KM മാണി സാറിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു ലക്ഷ്യമുണ്ട്. അതായത് പിന്നെ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ, അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ച് നിർത്തുക, അതുപോലെ തന്നെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുടെയും അവരുടെ ക്രൈസ്തവ സഭയുടെയും ഒക്കെ താല്പര്യങ്ങൾ കുറേ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ്. അതിപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്നുള്ളത് അവരുടെ സഭയ്ക്കും തോന്നുന്നുണ്ട്, അണികൾക്കും തോന്നുന്നുണ്ട്. ആ ഒരു വിരക്തി കൊണ്ട് മാണി ഗ്രൂപ്പിന് ഈ ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. മാണി ഗ്രൂപ്പ് കൂടി UDFലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിണറായി അമിത്ഷാ ഒരു ബാന്ധവം ഉണ്ടായാൽ നമുക്ക് കുറ്റം പറയാനും കഴിയില്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇനി അങ്ങോട്ട് കേരളം കാണാൻ പോകുന്നത് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രാഷ്ട്രീയ നീക്കുപോക്കുകൾക്കായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ, ഈ ചർച്ചയുടെ ഈ ഒരു ആശയത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇടതുപക്ഷത്തിന് വലിയ പ്രഹരം നേരിട്ടു. ഇനി അവരിൽ നിന്ന് ചിലരൊക്കെ കൊഴിഞ്ഞു പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. BJP
വളരെ ശക്തമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറിന് അഭിമാനിക്കാം. തിരുവനന്തപുരത്ത് എന്തായാലും ഇനി സാങ്കേതികം മാത്രമാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. 50 എന്ന അക്കത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരുടെ സീറ്റ് നേട്ടം ഒന്നുകൂടി മതി. 2 സ്വതന്ത്രരുണ്ട്, അവരെ ഒപ്പം നിർത്തി അവർ ഭരണം പിടിച്ചേക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും വിജയം നേടിയിരിക്കുകയാണ്. തലസ്ഥാനം അവർ പിടിച്ചടക്കിയിരിക്കുകയാണ്. മറ്റ് പല സ്ഥലങ്ങളിലേക്കും അവർക്ക് കടന്നുകയറ്റം നടത്താൻ സാധിച്ചിരിക്കുന്നു. നേരെ UDF-ലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഒത്തൊരുമയുണ്ട് എന്ന ഫീല് ജനങ്ങൾക്ക് നൽകാൻ സാധിച്ചാൽ അവർ വിജയിച്ചു. പകുതി പോരാട്ടത്തിൽ അവർ വിജയിച്ചു. കാരണം അസംതൃപ്തരായ ജനങ്ങളുടെ വിധിയെഴുത്താണ് നമ്മൾ കണ്ടത്. ആ വിധിയെഴുത്ത് നിയമസഭയിലും ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വിധിയെഴുത്തിനായി ജനങ്ങളെ പ്രേരിപ്പിക്കാനുള്ള ഒരു കാര്യം UDF ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ തല്ലില്ല, എല്ലാവരും ഒറ്റക്കെട്ടാണ്, ഒരു നേതാവ് അവരെ നയിക്കും, അടിച്ച് പിരിഞ്ഞു പോകില്ല ഈ കൂട്ടുകെട്ട് എന്നവർക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കണം ജനങ്ങളെ. സാധിക്കുമോ അറിയില്ല, കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ്. കാരണം ഈ തർക്കങ്ങളും തമ്മിൽ തല്ലുമൊക്കെ തന്നെ മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പലരെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ, നാണം കെടുത്തുന്ന തരത്തിൽ. കാത്തിരുന്ന് കാണാം ഈ നാടകങ്ങൾ എവിടം വരെ പോകുമെന്ന്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.